സി ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്തിടയ്ക്ക് സോനു നിഗത്തിൻ്റെ ഒരു ഇൻസ്റ്റാ റീൽ കുറച്ച് വൈറലായിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ബുക്ക് സജഷനാണ് ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ് ആൻഡ് ഇറ്റ്സ് ഓൾ സ്മോൾ സ്റ്റഫ് ബൈ റിച്ചാർഡ് കാൾസൺ. ഞാനിത് കിൻഡിലാണ് വായിച്ചത്. സോ ബുക്ക് എൻ്റെ കയ്യിലില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ റിച്ചാർഡ് കാൾസൺ നമ്മളെ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 100 ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഒത്തിരി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ടോപ്പ് 10 ടിപ്സ് ഫോർ എ പീസ്ഫുൾ ലൈഫ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടിപ്പ്, ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ ഒത്തിരി വറിയാവാണ്ടിരിക്കുക. ആൻഡ് ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മളുടെ മൂഡൊക്കെ ആകെ സ്പോയിലായി അങ്ങനെ നമ്മളുടെ ഒരു ദിവസം തന്നെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരാളോട് ദേഷ്യപ്പെടുന്ന അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിച്ചേരാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാഫിക്കിൽ നമ്മൾ പെട്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കാറുമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് എനിക്ക് കേസ് ഓഫ് എമർജൻസി ഒരു ബ്രേക്ക് പിടിക്കാൻ. അപ്പോഴായിരിക്കും ഒരു ബൈക്ക് വന്നിട്ട് ഇതിനെ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഈ ഗ്യാപ്പിലേക്ക് കയറി അങ്ങ് ഫില്ല് ചെയ്യുന്നത്. സോ അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ ബീപ്പ് അടിക്കും, ഹോൺ അടിക്കും. മോള് അപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും. അങ്ങനെ മൊത്തത്തിലാകെ നമ്മൾ ഇറിറ്റേറ്റഡായി നമ്മളുടെ മൂഡാകെ സ്പോയിലാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം ആരെങ്കിലും നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മൾ അറിയുകയാണെങ്കിൽ ഭയങ്കര ഹേർട്ടാവും. ഭയങ്കര ഒരു വല്ലാത്ത സ്ട്രെസ്ഫുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും പിന്നെ നമുക്ക് ഉണ്ടാവുക. ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും അല്ലേ. പക്ഷേ ലെറ്റ് ദം, അവർ അങ്ങനെ ചെയ്തോട്ടെ, നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആളുകളെ ജഡ്ജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം ഉണ്ടാവും വീട്ടിൽ പോയിട്ട്. സോ ലെറ്റ് ദം ഡു ഇറ്റ്. ഡോണ്ട് വറി അബൌട്ട് ദി സ്മോൾ സ്റ്റഫ്. ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ലൈഫിൽ വലിയൊരു കാര്യമേ അല്ല. നമ്മളുടെ ലൈഫിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതിലേക്ക് നമ്മുടെ ടൈമും എനർജിയും കൊടുത്ത് ചുമ്മാ നമ്മുടെ ടൈമും എനർജിയും വേസ്റ്റ് ആക്കരുത് എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ടൈമും എനർജിയും കളയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി ഭംഗിയുള്ള കാര്യങ്ങൾ അപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. സോ ഡോണ്ട് ഗെറ്റ് ഇറിറ്റേറ്റഡ് വിത്ത് ദ സ്മോൾ സ്റ്റഫ്. നമ്മൾ ട്രാഫിക്കിൽ അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മേ ബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ നമ്മുടെ കുട്ടി ഒരു പക്ഷേ ഒരു കോൺവെർസേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസത്തിനെ പറ്റി ആലോചിച്ച് നമ്മൾ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ കൂടെ പോയിട്ട് വേണ്ട, ഐ എം നോട്ട് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും ഇഫ് വി സ്വെറ്റ് ഓൺ ദ സ്മോൾ സ്റ്റഫ് ഇൻ അവർ ലൈഫ്. സെക്കൻഡ് ടിപ്പാണ് മേക്ക് പീസ് വിത്ത് ഇംപെർഫെക്ഷൻസ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ പെർഫെക്റ്റായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ കണ്ടിട്ടില്ല. ലൈഫ് ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ് ആണ്. ഇത് പല ബുക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇക്കിഗൈ അത് പറയുന്നുണ്ട്. സോ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫാണ് ഉള്ളത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതിനോടൊരു ടേംസിൽ നമ്മൾ എത്തുക. സി ലൈഫ് ഇംപെർഫെക്റ്റ് ആണ്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി വെക്കാൻ നമുക്ക് പറ്റില്ല. അലമാരി എപ്പോഴും അടുക്കി പെറുക്കി ഇരിക്കാൻ സാധ്യതയില്ല. കുട്ടികളുള്ളപ്പോൾ വീട് വൃത്തിയായി കിടക്കുന്നത് കുറച്ച് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. സോ എപ്പോഴും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ നമ്മുടെ ലൈഫിൽ പോസിബിളേ അല്ല. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകും, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാവും, പക്ഷേ ട്രാവൽ ചെയ്യേണ്ട ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് നല്ലൊരു വീടുണ്ടാവും, പക്ഷേ അടുത്തുള്ള ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ കുറച്ച് ദൂരെയായിരിക്കും. അങ്ങനെ എല്ലാത്തിനും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതിന് ഒരു ടേംസിലേക്ക് എത്തുക. അത് നമ്മളെ കുറച്ചുകൂടെ ഒരു ഇന്നർ പീസ് നമുക്ക് തരും. അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് വെച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റിൽ നമ്മളുടെ ഇന്നർ പീസ് നഷ്ടമാകും. ഈ പെർഫെക്റ്റാക്കി വെക്കാനുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എക്സോഷൻ അതും നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. സോ മേക്ക് പീസ് വിത്ത് ദ ഫാക്ട് ദറ്റ് ലൈഫ് ഈസ് ഇംപെർഫെക്റ്റ്. ടിപ്പ് നമ്പർ 3, ഡു സംതിങ് നൈസ് ടു സംവൺ ബട്ട് ഡോണ്ട് ടെൽ എനിബഡി അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഒരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒരാൾക്ക് വേണ്ടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്, കൊളീഗോ അല്ലെങ്കിൽ റാൻഡമായി നമ്മൾ വഴിയിൽ കാണുന്ന ഒരാൾക്കോ ഒരു നല്ല കാര്യം ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ചെയ്ത കാര്യം ആരോടും പറയാതിരിക്കുക. അത് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും, അത് ശരിയാണ്. പക്ഷേ അത് പറയാതിരിക്കുമ്പോൾ ആ സന്തോഷം നമ്മളുടെ ഉള്ളിൽ തന്നെ നിറയുകയാണ്. അങ്ങനെ നമുക്ക് വല്ലാത്തൊരു ഇന്നർ പീസ് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന സഹായം എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്തിട്ടുള്ള സഹായം തന്നെ ആവണമെന്നില്ല കേട്ടോ. എന്തെങ്കിലും ലൈക്ക് ഓപ്പണിങ് എ ഡോർ ഫോർ യുവർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഷെയറിങ് യുവർ ഫുഡ് വിത്ത് സംബഡി ഹൂ കുഡൻറ്റ് കുക്ക്. ഒരു ഫ്രണ്ട് ലൈക്ക്
ദേ നീഡ് ഹെൽപ്പ് ടു വെൻറ്റിലേറ്റ് ദംസെൽഫ്, അല്ലെങ്കിൽ സംബഡി സ്ട്രഗ്ലിംഗ് ടു ഗോ ഫോർ എ ഷോപ്പിംഗ്, അവർക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ബട്ട് സംതിങ് കൈൻഡ്. ആൻഡ് വൺസ് യു ഡിഡ് ഇറ്റ്, ഡോണ്ട് ടെൽ. ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ആസ്ക് യുവർ സെൽഫ് ദ ക്വസ്റ്റ്യൻ, വിൽ ദിസ് മാറ്റർ ഫോർ മീ ഇൻ 1 year ടൈം? ഒരു വർഷത്തിന് കഴിയുമ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ നടക്കുന്ന കാര്യം, ഈസ് ഇറ്റ് വെരി റെലവൻറ്റ്? അത് എൻ്റെ ലൈഫിൽ കാര്യമായി ബാധിക്കുന്നൊരു കാര്യമാണോ എന്ന് നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ. ഒരു 1 year കഴിഞ്ഞാലും ഈ ഒരു ആർഗ്യുമെൻറ്റ് ഞങ്ങളുടെ ലൈഫിൽ സില്ലി ആയിട്ട് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് വലിയൊരു സംഭവമേ അല്ലായിരിക്കും. സോ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ഒരു സ്ട്രെസ് ഉണ്ട്, അതിന്ന് ഞാൻ പഠിക്കണം. പക്ഷേ അത് ഒരു 1 year ടൈമിൽ എൻ്റെ ലൈഫിൽ അത് എത്രത്തോളം റെലവൻ്റാണ്, എൻ്റെ ഹാപ്പിനെസ്സിനെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഉള്ളിലേക്കുള്ളൊരു റിഫ്ലക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, വിൽ ബി ഏബിൾ ടു മേക്ക് പീസ് വിത്ത് അവർ ലൈഫ് എന്ന്. ടിപ്പ് നമ്പർ 5, ലൈഫ് ഈസ് അൺഫെയർ ആൻഡ് സറണ്ടർ ടു ദ ഫാക്ട് ദാറ്റ് ലൈഫ് ഈസ് അൺഫെയർ. നമ്മളുടെ ലൈഫിൽ എല്ലാം ഫെയറായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ അൺഫെയർ ആയിട്ട് ലൈഫിൽ നടക്കുമ്പോൾ എനിക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് വിഷമിക്കരുത്. ഇപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് റിച്ചാർഡ് കാൾസൺ പറയുന്നത്. 6th ടിപ്പ്, ഇമാജിൻ യുവർ സെൽഫ് അറ്റ് യുവർ ഫ്യൂണറൽ. നമ്മൾ തന്നെ നമ്മളുടെ അനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയാണെന്ന് ചിന്തിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അത് ഒന്നുമല്ല, മേ ബി എൻ്റെ ലൈഫിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ച കാര്യങ്ങൾ എൻ്റെ ഫ്യൂണറൽ എന്നുള്ളൊരു ഡേയിലേക്ക് എത്തുമ്പോൾ, എൻ്റെ മരണം എന്നുള്ളൊരു ഡേയിലേക്ക് എത്തുമ്പോൾ അതൊന്നും അല്ലാണ്ടായി മാറുന്നു. ഇപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാണ്ടായി മാറുന്നു. പകരം എനിക്ക് റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പോൾ ശരിക്കും എൻ്റെ ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചാൻസേ ഇല്ല ഇനി അതിനെപ്പറ്റി ചിന്തിക്കാനും അതിനെപ്പറ്റി വർക്ക് ചെയ്യാനും. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ ചിന്തിക്കുവാണെങ്കിൽ ഐ സ്റ്റിൽ ഹാവ് ടൈം ടു വർക്ക് ഓൺ ഇറ്റ്, ഐ സ്റ്റിൽ ഹാവ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഓൺ ഇറ്റ്. അപ്പോൾ നമുക്കൊരു വേക്കപ്പ് കോൾ തരും ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ. 7th ടിപ്പ്, സ്പെൻഡ് എ മൊമെൻറ്റ് എവറി ഡേ ടു താങ്ക് സംതിങ് ഇൻ അവർ ലൈഫ്. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതില്ലേ, അതായത് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യം. മേ ബി നിങ്ങളിന്ന് ഒരു ഷോപ്പിംഗ് മോളിലേക്ക് കയറിപ്പോയപ്പോൾ ആരെങ്കിലും നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നു, ബിക്കോസ് വി ഹാഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ബോത്ത് അവർ ഹാൻഡ്സ്. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഡോർ ഓപ്പൺ ചെയ്ത് ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പെട്ടെന്നൊരു ദിവസം വിളിച്ചു, എന്നിട്ട് ദാറ്റ് മെയ്ഡ് യു സോ ഹാപ്പി ടു തിങ്ക് ദാറ്റ് ഷീ ഈസ് എ ബ്ലെസ്സിങ് ഇൻ അവർ ലൈഫ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വളരെ സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് നിങ്ങളെ ഒത്തിരി ഇംപ്രസ് ചെയ്തു, നിങ്ങൾ ഒത്തിരി സർപ്രൈസ്ഡ് ആക്കി, ആൻഡ് യു ഫെൽ ലൈക്ക് ഓ ദേ ആർ എ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും അല്ലെങ്കിൽ ഒരു സംഭവത്തിനെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർക്കുക. അത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ, ഒരു ദിവസത്തിൽ നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളത് നമ്മൾ ലൈഫിൽ എത്ര വർത്തിയാണ് നമ്മൾ ജീവിക്കാൻ, എത്ര ഹാപ്പി ആയിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. 8th ടിപ്പ്, സെറ്റ് അസൈഡ് എ ക്വയറ്റ് ടൈം ഫോർ യു. എപ്പോഴെങ്കിലും ബഹളം ഒന്നുമില്ലാത്ത വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സമയം, ഒരു മീ ടൈം, അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. മേ ബി രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ 5 minutes ഞാൻ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ആരും എണീറ്റിട്ടില്ല, അപ്പോൾ എനിക്കൊരു 5 minute ഉണ്ട് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ നല്ല കാമായിട്ടിരിക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം നമുക്കപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു 2 minutes ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേട്ട് നമ്മളുടെ ആ ഡേ തുടങ്ങാം. ഇനി ഇതൊന്നുമല്ല, എൻ്റെ മോർണിംഗ്സ് എല്ലാം ഭയങ്കര ബിസിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി കുട്ടികളെല്ലാം സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഓഫീസിൽ പോയി, ഇപ്പം ഞാൻ ഫ്രീ ആയി, അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഒരു 5 minute നമുക്ക് പീസ്ഫുള്ളായിട്ടിരിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു ദിവസം മുന്നിലോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്യൂവൽ തരും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 9th ആൻഡ് ടോപ്പ് ടിപ്പ്, പ്രൈസ് ആൻഡ് ബ്ലെയിം ആർ ദ സെയിം. പ്രൈസ് എന്ന് പറയുന്നത് നമ്മളെ പുകഴ്ത്തുന്നതും ബ്ലെയിം എന്ന് പറയുന്നത് നമ്മളെ ബ്ലെയിം ചെയ്യുന്നതും രണ്ടും ഒരുപോലെ തന്നെയാണ് എന്നുള്ളത് ആണ് അദ്ദേഹം പറയുന്നത്. അതിന് ഒരു വലിയ എക്സാമ്പിളാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ മേ ബി അയാളൊരു 60-65% അല്ലെങ്കിൽ ഒരു 70% വോട്ടിനാണ് അയാൾ ജയിച്ചത് എന്ന് വിചാരിക്കുക. ബാക്കി 30% ആളുകൾ അയാൾ ജയിക്കരുതെന്ന് വിചാരിച്ച ആളുകളാണ്. സോ എല്ലാവരും ജയിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അയാൾ ജയിച്ചത്, ബട്ട് സ്റ്റിൽ അയാൾ ജയിച്ചു.
അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും ഒരുപോലെ പ്ലീസ് ചെയ്യാനോ ഒരുപോലെ എല്ലാവരുടെയും അപ്രൂവൽ കിട്ടാനോ സാധിക്കില്ല. വി ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് വേറൊരാളുടെ അളവുകോൽ എന്ന് പറയുന്നത് എൻ്റെ അളവുകോലിനേക്കാളും ഡിഫറെൻ്റ് ആണ്. സോ അവരുടെ ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് ഞാൻ പെർഫെക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന നല്ലൊരു കുട്ടി അല്ല ഞാൻ. എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതേ കെമിസ്ട്രിയുള്ള വേറെ ആളുകളും ഈ ലോകത്തുണ്ട്. സോ ഇവർ എന്നെ അപ്രൂവ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഐ എം നോട്ട് എ ഫെയിലിയർ. ജസ്റ്റ് ലൈക്ക് ആ ഇലക്ഷന് ജയിക്കുന്ന പോലെ തന്നെയാണ്. അയാൾ ബാക്കിയുള്ളവർ അയാൾ ജയിക്കരുതെന്ന് വിചാരിച്ചിട്ട് അയാൾ ജയിക്കാണ്ട് പോയില്ലല്ലോ. അയാൾ സ്റ്റിൽ ജയിച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. 10th ടിപ്പ് എന്ന് പറയുന്നത് ആർഗ്യൂ ഫോർ യുവർ ലിമിറ്റേഷൻസ് ആൻഡ് ദേ ആർ യുവേഴ്സ്. നിങ്ങൾ പറയാണ്, എനിക്ക് ആളുകളുടെ പേര് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ തലയിൽ അത് നിൽക്കുകയില്ല, എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ പേരുകൾ ഓർത്തിരിക്കാൻ പറ്റുകയില്ല. പേഴ്സണലി എനിക്ക് പേര് ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. അത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുക. സോ അതെൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് എൻ്റെ ബ്രെയിൻ തന്നെ മനസ്സിലാക്കി. ഓക്കെ, ഇവൾക്ക് പേര് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇവൾ പറയുന്നത്, സോ ദാറ്റ് മേ ബി ട്രൂ എന്ന് ബ്രെയിൻ തന്നെ വിശ്വസിക്കും. എന്നിട്ട് ആളുകളുടെ പേര് വരുമ്പോഴേക്കും ആൾ കുറച്ച് ഡംബായിട്ട് ആക്ട് ചെയ്യും. ഐ കാൻ ഡൂ ദിസ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്നെ ഡിഫീറ്റ് ചെയ്യുന്ന, എന്നെ സെൽഫ് ഡിഫീറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രെയിൻ വിൽ സെർച്ച് ഫോർ ദ ഫാക്ട്സ് ബേസ്ഡ് ഓൺ ദിസ്. ഓക്കെ, ഇവൾക്കിത് ചെയ്യാൻ പറ്റില്ല, പേര് ഓർത്തിരിക്കാൻ പറ്റില്ല. ശരിയാണ്, ഇന്ന ഒക്കേഷനിൽ ഇന്ന ആളുടെ പേര് ഓർത്തിരിക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല, ഇന്ന ഒക്കേഷനിൽ ഇന്ന ആളുടെ പേര് നീ മറന്നുപോയായിരുന്നു, പിന്നെ അവരെ കണ്ടപ്പോൾ ഓർത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള ഫാക്ട്സ് അവിടെ നിന്നൊക്കെ ആൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മളെ തന്നെ വിശ്വസിപ്പിക്കും, ഓക്കെ ഇത് കറക്റ്റാണ്. ബ്രെയിനും വിശ്വസിക്കും, ഓക്കെ ഇത് കറക്റ്റാണ്, ഇവൾക്കത് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് എവർ ലിമിറ്റേഷൻസ് യു ഹാവ് ഈസ് സെൽഫ് മെയ്ഡ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ലിമിറ്റേഷൻസാണ്. സോ ടു മേക്ക് പീസ് വിത്ത് യുവർ ഇന്നർ മൈൻഡ് and to live a happy life, top 10 tips from Don't Sweat the Small Stuff, It's All Small Stuff എന്ന റിച്ചാർഡ് കാൾസൻ്റെ ബുക്കിനെ ബേസ് ചെയ്താണ് നമ്മളിന്ന് സംസാരിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.